എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജു രാജൻ. വർഷം 2014 നമ്മൾ മലയാളികൾ ഒരു സ്വപ്നം കണ്ടു. കേരളത്തിൽ നിന്നും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ്, ഒരു ദാഹശമനി. അത് കൊക്കക്കോള, പെപ്സി പോലുള്ള വൻകിട ബിസിനസ്സുകളെ കടത്തി വെട്ടാൻ ശേഷിയുള്ള ഒരു പാനീയം നമ്മളങ്ങ് വികസിപ്പിച്ചെടുത്തു. എവിടെ നിന്ന്? നമ്മുടെ തെങ്ങിൽ നിന്ന് തന്നെയാണ്. നീര എന്നതിന് പേരിട്ടു. അങ്ങനെ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്തത് 50,000 കോടി രൂപേൻ്റെ വിറ്റുവരവാണ് ഒരു വർഷത്തിൽ. അതിനായിട്ട് ഏകദേശം 103 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 29 കമ്പനികൾ മുന്നോട്ടേക്ക് വന്നു. കർഷകരുടെ കയ്യിൽ നിന്നും 50ഓളം കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഏകദേശം 10,000 to 50,000 വരെ കപ്പാസിറ്റിയുള്ള മിഷനറീസ് അവിടെ ഫിക്സ് ചെയ്തു സ്ഥാപനങ്ങളിൽ. പക്ഷേ ഇന്ന് അതിൻ്റെ സ്ഥിതി എന്താണ്? കമ്പനികളെല്ലാം പൂട്ടിപ്പോയി. കർഷകരാണെന്നുണ്ടെങ്കിൽ കടം കയറി വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നീര എന്ന് പറഞ്ഞ് കേരളം കൊട്ടിഘോഷിച്ച, ആഘോഷിച്ച ആ ഒരു പദ്ധതിയുടെ പരാജയത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചിട്ടാണ്. എൻ്റെ കൂടെ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഏകദേശം 112 വർഷം പഴക്കമുള്ള ഒരു അബ്കാരി നിയമത്തെ പൊളിച്ച് എഴുതിയിട്ടാണ് 2014 ഈ ഒരു വൻ പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച് ഈ ഒരു പദ്ധതി തുടങ്ങി വെച്ചത്. വർഷം ഇന്ന് 2012 ഇത്ര വർഷത്തിനുള്ളിൽ തന്നെ അത് നമുക്ക് ഈവൻ ഒട്ടും തന്നെ അത് മാർക്കറ്റിൽ വന്നില്ല. അത് കുറച്ച് വന്നു, അത് പിന്നീട് അങ്ങ് മറന്നുപോയി നമ്മളെല്ലാവരും. അതിന് പുറകെ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാത്തിലേക്കും നമ്മൾ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. ബിസിനസ്സുകാർ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കൂടുതലായിട്ടും ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് ഇതുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. അപ്പം ജീവൻ, നമുക്ക് ആദ്യം തന്നെ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ധനത്തിൽ ഒരു ആർട്ടിക്കിൾ, ലേഖനം റീസെൻ്റ്ലി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇന്ന് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഞാനും ജീവനും ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങൾ നീരയുടെ പരാജയത്തിന് പുറകിലുണ്ട്. അതിലൊന്ന് ലാക്ക് ഓഫ് മാർക്കറ്റ് സ്റ്റഡിയാണ്. കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെയാണ് ഈ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ജീവനറിയാം, ഞാൻ ജീവനോട് ചോദിച്ചിരുന്നു, ജീവൻ നീര കുടിച്ചിട്ടുണ്ടോ? ജീവൻ പറഞ്ഞു കുടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ്, നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമായിരുന്നു ജീവൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഞാൻ പാലക്കാട് നിന്ന് കുടിച്ച സമയത്ത് എനിക്കത് പുളിച്ചിട്ട് ഇറക്കാൻ വയ്യ, ആ ലെവലിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാസർഗോഡിൽ ജീവൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ടേസ്റ്റ് ആയിരുന്നു, തിരുവനന്തപുരത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ടേസ്റ്റ് ആയിരുന്നു. അതായത് ഇത് പലവിടെയും ഉണ്ടാക്കുന്ന പ്രൊസീജിയർ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ട് വരാൻ തുടങ്ങി. നമ്മൾ ഈ FMCG മേഖലയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേരളം വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. പാലക്കാട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ അതിൻ്റെ രുചിയോ അല്ല ജീവൻ്റെ കാസർഗോഡ് ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? ജീവൻ, ഇപ്പോൾ ഞങ്ങൾ ഇഞ്ചിപ്പുളി എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു കളറും ആ ടേസ്റ്റും അല്ല ജീവൻ്റെ കാസർഗോഡുള്ള ഇഞ്ചിപ്പുളി. ഡിഫറെൻ്റ് ആണ്. ഈവൻ നമ്മൾ വസ്ത്രധാരണം പോലും, സ്ത്രീകളുടെ വസ്ത്രധാരണം പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആണ്. അവർ യൂസ് ചെയ്യുന്ന, സെലക്ട് ചെയ്യുന്ന കളേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണ്. ആ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുടെ രുചിക്ക് മാച്ചാവുന്ന രീതിയിലാണ് ആ പ്രോഡക്റ്റ് ഇറക്കേണ്ടത്. അല്ലെങ്കിൽ ഈ 100-103 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഇറക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? സാധനം വിറ്റുപോണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള അധികം കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ഇറക്കിയതാണ് ഒന്നാമത്തെ പരാജയകാരം എന്നുള്ളതാണ്. ജീവൻ തോന്നുന്നു? തീർച്ചയായിട്ടും. കാര്യം ഈ പറഞ്ഞ പോലെ നമ്മളെ മുമ്പ് പെപ്സിയുടെയും കൊക്കക്കോളയുടെയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ നടത്തിയ മാർക്കറ്റ് സ്റ്റഡീസിനെ കുറിച്ച്. കാര്യം ഈ ടേസ്റ്റ് പലരും ടേസ്റ്റ് ചെയ്യിപ്പിച്ച് ബ്ലൈൻഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അവർ ഇതാണോ അതാണോ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ള, നമുക്ക് എന്തായാലും അത്ര വലിയ രീതിയിലൊന്നും നമ്മുടെ നാട്ടിൽ നടത്താവുന്നതിന് ഉള്ളൂ. പക്ഷെ നടത്താൻ അറിയാലോ സിസ്റ്റം. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഈ ഒരു ടേസ്റ്റ് വിഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൺസിസ്റ്റൻസി എല്ലായിടത്തും ഈ ടേസ്റ്റിൽ കീപ്പ് ചെയ്യാൻ നല്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടും ഉണ്ടായിരുന്നു, പാക്കഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, പ്രിസർവേറ്റീവ് ചേർത്തുകൊണ്ടുള്ള സാധനം. അതിന്റെ ടേസ്റ്റിൽ നിന്ന് വ്യത്യാസമാണ് ഈ ടേസ്റ്റ് എല്ലാത്തിനും. അഗൈൻ ഇത് പ്രൈസും വലിയൊരു ഫാക്ടറാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് അഫോർഡബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അത് അഫോർഡബിൾ അല്ല. ഒരു പ്രാവശ്യം കുറിച്ച് നോക്കാം. ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന കാലത്ത് ഇതുണ്ട്. അപ്പൊ അന്ന് നമുക്ക് പോക്കറ്റ് മണി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട്
ഒരു 100 ml അന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 30-40 ആ ഒരു റേഞ്ച് മറ്റായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു അത്രയും 20 മുകളിലുണ്ട് എന്തായാലും. ഈ 20 rupeesന് അപ്പുറത്ത് ഫ്രൂട്ടിയുടെ ഇത്രക്കുള്ള സാധനം കിട്ടും, ഇതിനും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഒന്നുമില്ല, നമ്മളിവിടെ പോയി ഒരു ഗ്ലാസ്സിൽ അതും 100 ml അളന്ന് മുറിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചു തരും. അവരുടെ ക്യാബിനൊക്കെ ഉണ്ട് നമുക്ക് വൈറ്റിലെ ഹബിൽ. ഇപ്പോഴുണ്ടെന്ന് എനിക്കറിയില്ല, മുമ്പുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടാവാം എനിക്കറിയില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാം ഇതിന്റെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. ഇതൊക്കെ പത്രത്തിൽ വന്ന പത്ര കട്ടിങ്സ് ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നവരുടെ ഒരു അപ്രോച്ചും ഒക്കെ അതിൽ ഭാഗമാണ്. നമ്മളെ ബ്രാൻഡിങ്ങിലേക്ക് വരുമ്പോൾ അതൊക്കെ ഈ കസ്റ്റമർ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒരു ഭാഗമാണ്. പക്ഷെ അതൊക്കെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടുത്തെ രോഗികളുടെ ആഹാരക്രമത്തിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണ് ഈ നീര എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ നമ്മൾ ശരിക്കും അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞു, കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാതെ. അപ്പോൾ മാത്രമല്ല ജീവൻ പ്രൈസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടേസ്റ്റ് ഇല്ലാത്ത സാധനം നമ്മൾ കഴിക്കത്തില്ല. നമുക്ക് മരുന്ന് കുടിക്കാൻ ഇഷ്ടമാണോ? ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ഞാനിപ്പോ സമ്മതിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പം എഗൈൻ സിജു പറഞ്ഞു, ഈ മാർക്കറ്റിംഗ് എന്ത് മാർക്കറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മളെ മനസ്സിലേക്ക് നീര എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി മനസ്സിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി ഈ പ്രൈസിൻ്റെ കാര്യത്തിലും ലിറ്ററിന് 160 രൂപയാണ് വരുന്നത്. കർഷകനാണെങ്കിൽ ഒരുപാട് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും കിട്ടിയില്ല, സാധനം വിറ്റ് പോകുന്നില്ല. മാത്രമല്ല ജീവൻ മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ 3 ദിവസം കഴിഞ്ഞ് സാധനം പൊളിച്ചു പോകും. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുളിച്ചു പോയ സാധനത്തിനെ കള്ള് ഷോപ്പിൽ എടുക്കത്തില്ല, കള്ളായിട്ട് മാറും, അത് കള്ള് ഷോപ്പിൽ എടുക്കത്തില്ല. മാത്രമല്ല ഇതിനെ നമുക്ക് പഞ്ചസാരയാക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏകദേശം കിലോയ്ക്ക് 1000 രൂപയാകും പഞ്ചസാര. ആ എമൗണ്ട്, അത്രത്തോളം എമൗണ്ട് വരും. അപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിലൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വിനീഗർ ഉണ്ടാക്കുകയല്ലേ അവിടെ, വിനീഗർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കള്ള് ഷാപ്പിൽ എടുക്കാത്ത എനിക്ക് തോന്നുന്നു ലീഗലി ഉള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നിയമപരമായിട്ടുള്ള പ്രശ്നമാണ് കള്ള് ഷോപ്പിൽ ഇത് എടുക്കില്ല എന്നുള്ളത്. കാരണം ആ നിയമത്തിന് നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. പിന്നെ ഈ കോക്കനട്ട് വിനീഗർ ഇന്ന് അവൈലബിൾ ആണ്, പക്ഷേ എത്രത്തോളം സെല്ല് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു സംശയം. ഇത്രയൊക്കെ വിനീഗർ ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടോ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു പരാജയത്തിൻ്റെ കാരണമായിരുന്നു. ഈ റേറ്റ് ഫിക്സിങ്ങിലും ഒരു വലിയ രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ ബ്രാൻഡിങ്ങിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഒന്ന് ഇത്രയും 103 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് 50,000 കോടി രൂപ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ടേൺ ഓവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു ലോഗോ പോലും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അതിന് എന്താണ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമുക്കറിയുന്നില്ല. അത് ഈ നീരയൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഷോപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച അരിച്ച ഒരു വൃത്തിയും ഇല്ലാതെ, ഞങ്ങളുടെ നാട്ടിലെ കാര്യമായിട്ട് പറയുന്നത്, ആ ലെവലിലാണത് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലും കൃത്യമായിട്ട് അവർ ചെയ്തിട്ടില്ല. ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഒരു തെങ്ങുണ്ട്, ആ ലോഗോ ആണ് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. നോക്കുന്ന സമയത്ത് അതിലൊരു 2 തെങ്ങുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ഈ ഫ്രൂട്ടിക്കൊക്കെ ചാത്തൻ കുറേ ഫ്രൂട്ടികൾ ഇറങ്ങാറുണ്ടല്ലോ, ആ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി അടിച്ചിട്ട് കുറേ സാധനങ്ങൾ ഇറങ്ങാറുണ്ടല്ലോ, ചെറിയ ഡ്രിങ്ക്സൊക്കെ. അതുപോലത്തെ ഡിസൈനും വെച്ചിട്ടാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ മത്സരിക്കേണ്ടത് ആരോടാണെന്ന് നോക്കണം. അതായത് കൊക്കക്കോള, പെപ്സി, ആപ്പി ഫിസ്, ഫ്രൂട്ടി പോലുള്ള ഈ സോക്കോൾഡ് കുത്തക കമ്പനികളുടെ ബ്രാൻഡുകളായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അവിടെ മത്സരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങുമോ? എത്രത്തോളം നല്ല ഗുണമുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ പാക്കിങ് ശരിയല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലുക്കിലൊരു ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ വരുന്നില്ല. നിങ്ങൾ 160 രൂപ ലിറ്ററിന് വെച്ചോളൂ, പ്രശ്നമില്ല. പക്ഷേ അതിനുള്ള ക്വാളിറ്റി ആ പാക്കേജിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ വാങ്ങിക്കോളും. ഇപ്പോൾ കഫേ കോഫി ഡേയിൽ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനർജി ഡ്രിങ്ക് ഉണ്ട്. ആ എനർജി ഡ്രിങ്കിന് 100 രൂപയാണ് വില എന്ന് പറയുന്നത്. ഞാൻ പെപ്സി 40 രൂപ കൊടുത്തിട്ട് വാങ്ങാൻ മടിക്കും, പക്ഷേ 100 രൂപയുടെ സ്ട്രോം വാങ്ങാൻ എനിക്ക് മടിയില്ല. ആ പെപ്സിയുടെ അത്ര ടേസ്റ്റ് ഉണ്ടോ? അതുമില്ല, ഒരു കയ്പാണ് അതിനകത്തുള്ളത്. പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്യും, കാരണം അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതി ആ ഭംഗിയിലാണ്. സോ ഇതാണ് മെയിനായിട്ടുള്ളൊരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റി ഇതിനകത്ത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഇതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ചിലവഴിച്ചിട്ട് ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയായിരുന്നു, അല്ല ജീവൻ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നിയത് ഇപ്പോൾ സിജുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട അപ്രിഷ്യേറ്റ് ചെയ്യണം. കാര്യം
കൊച്ചി മെട്രോനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ബ്രാൻഡ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവരുടെ ആ ലോഗോ മുതൽ കളേഴ്സ്, കാര്യം ആ ഓരോ സ്റ്റേഷന്റെയും കളറും ഇതൊക്കെ മാച്ചിങ് ആണ്. ആ ട്രെയിനിന്റെ കളർ മാച്ചിങ് ആണ്. അതുപോലെ തന്നെ അവരൊരു ഐഡന്റിറ്റി മാർക്കായിട്ട് ഒരു ആനക്കുട്ടി, അതിനൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഈ ആനക്കുട്ടി ആനിമേഷൻ ആയിട്ട് വന്നിട്ട് നമ്മൾ അവിടെ നിൽക്കരുത് എന്നൊക്കെ പറയുന്ന വീഡിയോസ്, അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡിങ്. അത് അവരെ മെട്രോ സ്റ്റേഷനിൽ വെക്കേണ്ട ഫോട്ടോഗ്രാഫ്സിന് കോമ്പറ്റീഷൻ നടത്തി ഇവര്. കോമ്പറ്റീഷൻ നടത്തിയിട്ട് അവർക്ക് ആർക്കും അയച്ചു കൊടുക്കാം. അതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ ചോദിക്കും, നിങ്ങൾക്ക് പ്രൈസ് വേണമെങ്കിൽ പ്രൈസ് തരാം, പ്രൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരടക്കം അവിടെ പ്രദർശിപ്പിക്കാം. ഇങ്ങനെ ഒപ്പപ്പലരും വേണ്ട, എന്റെ പേര് വെച്ചാൽ മതി. അങ്ങനെ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നീരയിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്നും, പക്ഷേ കൊച്ചി മെട്രോ നഷ്ടത്തിലാണ്. പക്ഷെ അതിന്റെ ബ്രാൻഡിങ് പ്രോപ്പർ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ആ ബ്രാൻഡിങ് പ്രോപ്പർ ആയിരുന്നു, പക്ഷെ കൃത്യമായിട്ട് അവര് അതിന്റെ എക്സിക്യൂഷൻ മാത്രമല്ല, അവർ ലോങ് ടൈമിൽ ചെയ്തൊരു സാധനമാണ്. അതിൽ ലാഭം നോക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഇപ്പോൾ അറ്റ് പ്രസന്റ്. അത് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, കാരണം കൊച്ചി വളരുകയാണ് തീർച്ചയായും കൊച്ചിക്ക്. പക്ഷെ നമുക്കത് ഭയങ്കര ബെനിഫിറ്റ്. അതിന്റെ പ്രൈസിങ്ങിന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ പറയാനുണ്ട്, എന്നാലും സ്റ്റിൽ കാര്യം വളരെ സൗകര്യമായിരുന്നു നമുക്ക് ട്രാവലിംഗ് ഒക്കെ. പക്ഷെ എനിക്ക് എനിക്ക് ഒരു ഇൻസൈറ്റ് തോന്നിയ കാര്യമാണ്, ഈ ട്രാഫിക് ആയിരുന്നു ഇതിന്റെ പ്രധാന പ്രശ്നം വരാനുള്ള. ഇത് മെട്രോ വന്നപ്പം റോഡും അതുപോലെ ഇവര് നന്നാക്കി, ട്രാഫിക്കിന്റെ പ്രശ്നം തീർന്നു. ബട്ട് എനിവേ കൊച്ചി ഒരുപാട് മാറിയത്, അതിന്റെ ഒരു വലിയ പങ്ക് മെട്രോ ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ ജസ്റ്റ് കൊച്ചി ഇതിന്റെ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നീരയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ കുട്ടികളൊക്കെ നമുക്ക് എപ്പോഴും ഈ ഫ്രൂട്ടിയോ ഇങ്ങനെയുള്ള കോളകൾ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ ബഹളം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പാരന്റ്സിന് മടിയാണ്, കാര്യം ഇത് ഹെൽത്തി അല്ല എന്ന് ഇവർക്കറിയാം. അപ്പം ഇത് പ്രോപ്പറായിട്ട് ബ്രാൻഡ് ചെയ്ത് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റും ഒക്കെ ഈ പാരന്റ്സിലേക്കൊക്കെ എത്തിച്ചിരുന്നെങ്കിൽ, ഈ കുട്ടികൾ വഴക്കിടുമ്പോൾ ഇത് എല്ലായിടത്തും അവൈലബിൾ ആക്കിയിട്ട് ഇത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനം ആയിരിക്കും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. വലിയൊരു മാർക്കറ്റ് കയറി. കാരണം ഇത് ഹെൽത്തി ആണെന്ന് ആൾക്കാർക്ക് അറിയാം, ഇത് ഇങ്ങനെ പോലെ കുട്ടികൾക്ക് നല്ലതാണെന്ന് അറിയാം. അങ്ങനെ എത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ, അതിന് ആ രീതിയിൽ തന്നെ ബ്രാൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയൊരു ഒരു മാർക്കറ്റ് അതിന് ഉണ്ടായേനെ. ജിം, അത് മാത്രമല്ല, ഇത് പാർലെ ഏറ്റെടുക്കാൻ നിന്നൊരു സാധനമായിരുന്നു പാർലെ കമ്പനി. അത് ഈ ടെട്രാ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പാർലെ ഏറ്റെടുത്ത് ഇന്ന് ആപ്പി ഫീസ് പോലെ ഒരുപക്ഷെ അറിയപ്പെടേണ്ട ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുമായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള കമ്പനീസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്, ഇത് എങ്ങനെ പിച്ച് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം, ഇത് എങ്ങനെ എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്കറിയാം. പക്ഷേ പ്രശ്നം പറ്റിയത് ഈ ടെട്രാ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാന്റിൻ്റെ ധനസഹായം ലഭിക്കാനായിട്ട് കൃഷി വകുപ്പ് അനുമതി നൽകിയില്ല എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അതിങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട്. മാത്രമല്ല, ഇത് ഈ കള്ള് ഷോപ്പ് മുതലാളിമാർ ഇതിനെതിരെ പ്രശ്നമുണ്ടാക്കി. കാരണം ഇത് നാളെ കള്ളിന് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറുമോ, ആൾക്കാർ കള്ളു കുടിക്കുന്നതിന് പകരം ഈ സാധനം എടുത്ത് കുടിക്കുക എന്നുള്ളൊരു ഭയം കൊണ്ട്. ഇതിന്റെ പ്രൊഡക്ഷനും ഡിഫറെന്റ് ആകുന്നല്ല, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കുറെ മെയിൻലി ഇത് പാലക്കാട് നിന്ന് വന്നുകൊണ്ടിരുന്നത്, എറണാകുളത്തേക്ക് ചിറ്റൂർ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അതെ അതെ, ഓക്കെ. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ നീര എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് കാണാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എഫക്റ്റീവ് എക്സിക്യൂഷൻ ഉണ്ടായിരുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വളർന്നു വരുന്ന ബിസിനസ്സുകാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് എത്ര മികച്ചതാണെന്നുണ്ടെങ്കിലും അത് എഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എഫക്റ്റീവായിട്ട് നിങ്ങൾ ബ്രാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എഫക്റ്റീവായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ, സ്റ്റാൻഡേർഡ് മാനുഫാക്ചറിങ് പ്രൊസീജിയർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നേരിക്ക് സംഭവിച്ചത് തന്നെയാണ്, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഒരു പോയിന്റ് കൂടി, ഇതിനകത്ത് ഒരു നിഷ് ഓഡിയൻസിനെ ഇവർ ഐഡന്റിഫൈ ചെയ്തില്ല, എല്ലാവരുടെ കൊണ്ട് പിച്ച് ചെയ്യുന്ന പോലെ ഒരു പരിപാടിയായിരുന്നു. അതെ അതെ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അധികകാലം നമുക്ക് എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, എത്ര ആൾക്കാർ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ജോലിക്കുണ്ട് എങ്കിലും കാര്യമില്ല. ഈ സാധനം വളരെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്, അത് എല്ലാവർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയട്ടെ. നീരയ്ക്ക് വന്നൊരവസ്ഥ നിങ്ങളുടെ ബിസിനസ്സിന് വരാതിരിക്കട്ടെ. ഒരുപാട് ബിസിനസ്സുകൾക്ക് അത് വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ പല ബിസിനസ്സുകളെയും കാണുന്നതുകൊണ്ട് പലരും ഇത്തരത്തിലുള്ള പല അബദ്ധങ്ങളും ചെയ്യുന്നുണ്ട്.
എത്ര ലക്ഷങ്ങളാണ് ആൾക്കാർ ഇത്തരത്തിൽ ബിസിനസ്സിന് വേണ്ടി ഇറക്കുന്നുണ്ടെന്ന് അറിയോ? അത് വലിയ ആപത്തിലേക്കാണ് പോകുന്നത്. വളരെ സൂക്ഷിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. കാരണം പഴയതുപോലെ അല്ല, കോമ്പറ്റീഷൻ അത്രയും കൂടി വരികയാണ്. ഓക്കെ, സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്, ജീവൻ സൈനിങ് ഓഫ്. ബൈ.